ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ഫണ്ടിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് ഇത് എവിടെയൊക്കെ എപ്രകാരം ചിലവഴിക്കപ്പെട്ടു, തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിലൊക്കെ തെറ്റായി സ്വാധീനിക്കാനാണ് ശ്രമിച്ചത്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫണ്ട് ആരൊക്കെയോ മുക്കിയെന്ന് പറയുന്നുണ്ട്. ആ സംഭവം ഒക്കെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം. അതുപോലെ എനിക്കെതിരെയൊക്കെ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ നിയമപരമായ നിയമമനുശാസിക്കുന്ന പ്രകാരത്തിലുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, അദ്ദേഹമാണല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് 2005 മുതൽ 2010 വരെയുള്ള തദ്ദേശ സ്ഥാപന കാലയളവിലാണ്. ആ കാലയളവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി, അന്ന് കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്, പി സി ജോർജ് ഇല്ല, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും ജയിച്ചതും പ്രസിഡന്റ് ആയതും. പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്. അന്ന് പി സി ജോർജ് ജനപക്ഷം എന്നുള്ള സ്വന്തം പാർട്ടിയുമായി പൂഞ്ഞാറിൽ MLA ആയി പ്രവർത്തിക്കുക. അന്ന് കേരള കോൺഗ്രസ് എം UDF-ലാണ്. അന്ന് പി സി ജോർജ് UDF-ൽ ഇല്ല. ഞാൻ UDF-ലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലോ ജയിപ്പിക്കുന്നതിലോ പ്രസിഡന്റ് ആക്കുന്നതിലോ ഒന്നും ഒരു പങ്കും അദ്ദേഹം വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ കാലത്തൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്കും എതിരായ രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്.